ഹായ് എവ്രി വൺ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പുതിയ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ആപ്പിൻ്റെ പേരാണ് ലൈവ് ട്രാൻസ്ക്രൈബ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരുപാട് തിരക്ക് പിടിച്ച ഒരു സമയത്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണിത്. കാരണം നമുക്ക് ഒരുപാട് ഒരാൾക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ ടൈപ്പ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആ സമയത്ത് നമുക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണോ പറയുന്നത് അത് വളരെ കൃത്യമായിട്ട് അതിൽ ടെക്സ്റ്റ് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ആപ്പ് പരിചയപ്പെടാം. ഇനി ഈ ഒരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ലൈവ് ട്രാൻസ്ക്രൈബ് എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. ഞാനിതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു അലോ ചോദിക്കും. ഇത് അലോ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് കാണുന്നത്. ഇതിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യണം. ആദ്യം ഇതിൽ ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് ലാംഗ്വേജ് മാറ്റി മലയാളമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് അതിവിടെ പറഞ്ഞാൽ മതി. അപ്പം വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതെല്ലാം ഇവിടെ ടെക്സ്റ്റ് രൂപത്തിൽ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ മെസ്സഞ്ചറിലോ എവിടെയാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടത് അവിടെ ചെന്നിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഞാനത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതിൽ സെലക്ട് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. പിന്നീട് ഞാൻ കോപ്പി ചെയ്തു. ഇനി നിങ്ങൾക്കത് എവിടെ ആണ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് താഴെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് സൈസ് മാറ്റാവുന്നതാണ്. ഇതിൽ ഞാൻ ഈ ഒരു സൈസാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് കുറയ്ക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് തിരക്ക് പിടിച്ച സമയത്തൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആപ്പാണിത്. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.